വിശ്വം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം ഭവദ്ഭവ്യഭൂതേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം ശംഭുമീശാനമീഡേ. ശിവഭക്തർക്ക് ഏറ്റവും പ്രിയകരമായ അല്ലെങ്കിൽ ഭഗവാൻ ശിവൻ ഏറ്റവും പ്രിയകരനായ ശിവാഷ്ടകം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ നല്ലൊരു വ്ളോഗ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ഗ്ലാം ഗോഡസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വ്ളോഗിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പുറ്ററയ്ക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ശ്രേഷ്ഠമായ ക്ഷേത്രമാണ്. ആ ക്ഷേത്രം അറിയപ്പെടുന്നത് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം എന്ന നാമത്താലാണ്. ഒരേ പീഠത്തിലിരിക്കുന്ന പാർവതിയും ശിവനും പ്രധാന പ്രതിഷ്ഠകളായി ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. 111 അടി ഉയരം വരുന്ന ഈ ശിവലിംഗത്തിനകത്ത് 7 നിലകളിലും അവയിൽ ഓരോ നിലകളിലുമായി നിരവധി ദേവതാ പ്രതിഷ്ഠകളും കാണാം. ഏറ്റവും താഴെയുള്ള നിലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജകൾ നടത്താനുള്ള സൗകര്യമുണ്ട്. ശിവന് വിഗ്രഹപ്രതിഷ്ഠയുള്ള ലോകത്തിലെ അപൂർവം ക്ഷേത്രങ്ങളൊന്ന് എന്ന നിലയിലും ശ്രദ്ധേയമാണ് നമ്മുടെ ഈ ക്ഷേത്രം. അപ്പം നിങ്ങൾ തന്നെ നോക്കൂ, എന്ത് അതിമനോഹരമാണ്. നമ്മളൊരു ദക്ഷിണ കൈലാസം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് തന്നെ. അല്ലെങ്കിൽ നമ്മളൊരു കൈലാസത്തിൽ പോയൊരു ഫീല് തന്നെ നമുക്ക് ഈ ലിംഗത്തിൻ്റെ അകത്തുള്ള ബാക്കി ദർശനങ്ങളിലൂടെ നമുക്ക് നല്ലൊരു സൗഭാഗ്യം നിറഞ്ഞൊരു കാഴ്ച അല്ലെങ്കിൽ ആത്മനിർവൃതി അടങ്ങുന്ന ഒരു അസുലഭമായ കാഴ്ച ആണ് അതിനകത്ത് കാണാൻ പറ്റുന്നത്. അതിനെപ്പറ്റിയുള്ളൊരു വ്ളോഗ് ഞാൻ പിന്നീട് ചെയ്യാം, അതിനകത്ത് എന്ത് ദർശനമാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത്. എന്നാലും ഇതിൻ്റെ ബാക്കി ഞാൻ പറയാം. കൂടാതെ ഈ ക്ഷേത്രത്തിൽ 32 ഗണപതി രൂപങ്ങളുടെ പ്രതിഷ്ഠ, ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണർ, 12 ജ്യോതിർലിംഗങ്ങളുടെയും മാതൃകകൾ തുടങ്ങിയ വേറെയും ആകർഷണങ്ങൾ നമുക്ക് ഈ ക്ഷേത്ര ദർശനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെങ്കിൽ കാണാൻ കഴിയും. ഇവയെല്ലാം ശരിക്കും പറഞ്ഞാൽ 2011-നും 2021-നും ഇടയിൽ പണി കഴിക്കപ്പെട്ടവയാണ്. അതുപോലെ ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ശിവരാത്രി തന്നെയാണ്. കൂടാതെ നവരാത്രി, വിനായക ചതുർത്ഥി, തൈപ്പൂയം, മണ്ഡലകാലം, വിഷു തുടങ്ങിയവയും പ്രധാന ആഘോഷങ്ങളാണ്. സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന സന്യാസിയുടെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റാണ് ക്ഷേത്രഭരണം നടത്തിപ്പോരുന്നത്. ഇതിൻ്റെ ഐതിഹ്യമൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വ്ളോഗിൽ നിങ്ങൾക്ക് ചെയ്തു തരാം ഈ ക്ഷേത്രത്തിൻ്റെ. അപ്പോൾ എല്ലാവരും ഈ ക്ഷേത്രം ഒന്ന് പോയി ദർശിക്കണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. കാരണം അത്രയ്ക്കൊരു പോസിറ്റീവ് വൈബാണ്. ശിവഭക്തരാണെങ്കിൽ ഒരു തവണ ഇവിടെ പോയാൽ വീണ്ടും പോകും. ഞാൻ തന്നെ ഈ ലിംഗദർശനത്തിന് ഇനിയും പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഇനി ഈ ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള കാഴ്ചകൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ ക്ഷേത്രത്തിൻ്റെ ഒരു വിശദീകരണം. വരൂ. ഹായ്, ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് ഇന്ത്യ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഗോഡസ് ചെങ്കൽ ശിവ ടെമ്പിളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷം ഞാൻ വ്ളോഗ് ആക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം തീർച്ചയായും പറയാം. അപ്പോൾ എൻ്റെ അപ്പിയറൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ടുഡേ ഐ എം ഗോയിങ് ടു ഡു എ വ്ളോഗ് ഓൺ a Shiva temple named Chenkal Shiva temple. So in that premises I am standing, and you know what, it's an amazing temple in Kerala, and that too in Trivandrum after Sri Padmanabha. Sri Padmanabha എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം പത്മനാഭൻ്റെ നാട്ടിലെ ക്ഷേത്രങ്ങൾക്ക് ശേഷം ആരും അധികം കൗതുകമായിട്ട് കാണാത്ത ഒരു ടെമ്പിൾ വ്ളോഗ് വേണം നിങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നിരിക്കും. അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം, അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും. കോപ്പിറൈറ്റ് തട്ടുമെന്നൊരു പേടിയുണ്ട്, ബട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറയാം. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കാം. കണ്ടോ, ആ കാണുന്നതാണ് ശില. ഞാൻ ബാക്ക് ക്യാമിൽ ഇപ്പം ലൈറ്റ് ഇല്ല, 6:15 ആയതുകൊണ്ട് ബാക്ക് ക്യാമിൽ ബ്ലാക്ക് എന്ന് പറയുന്നത്. ബാക്ക് ക്യാമിൽ ഞാനത് എടുത്ത് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം ആ സാധനങ്ങൾ. ഇപ്പോഴത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ കാണുക അതിൻ്റെ ഒരു വ്യൂ. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടെമ്പിൾ. അപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ബട്ട് നിങ്ങൾക്ക് വരാൻ പറ്റണേ. അവിടെ ഒരു ഡമരു ഡോലക്കൊക്കെ ബാക്കിൽ കാണാം. നിങ്ങൾ തീർച്ചയായും വരിക. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. സോ ഡിയേഴ്സ്, ഇതാണ് ആ ഒരു ലിംഗത്തിൻ്റെ ഒരു ബ്യൂട്ടി. ഇപ്പം എന്തായാലും 6:15-6:20 ആയി ഈവനിങ്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് അത്ര കാണാൻ പറ്റുന്നു. പക്ഷേ ഞാൻ നേരത്തെ ലൈറ്റ് ഉള്ളപ്പോൾ ഇച്ചിരി എടുത്തതുകൊണ്ട് കാണിച്ചു തരാം. സോ ദിസ് ഈസ് അറൗണ്ട് 111 feet high. ഇറ്റ്സ് എ amazing miracle for
people who are in Trivandrum and outside as well. അപ്പോൾ 111 feet something ഉണ്ട് ഇതിൽ ഈ ഒരു ശിവലിംഗത്തിന്. സോ ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദിസ് ടെമ്പിൾ. അപ്പം നമ്മൾ ഫസ്റ്റ് കണ്ടതാണ് ക്ലാരിറ്റിയുള്ള വീഡിയോ. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട്. അപ്പം വൈകിട്ടത്തെ ഒരു ആംബിയൻസ് ആണ്. അകത്ത് പോകുമ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, ബട്ട് മാക്സിമം ഞാൻ പുറത്തേ നിന്നത് ഷൂട്ട് ചെയ്യാം. നേരത്തെ ഞാൻ കാണിച്ച അതിൻ്റെ സൈഡിലുള്ള ഒരു പർട്ടിക്കുലർ സംഭവമാണ്, മീൻസ് അതിൻ്റെ ആ ഒരു ലിംഗവും കാര്യങ്ങളും. സൈഡുകളിൽ നമുക്ക് സ്റ്റോളുകളുണ്ട്, നമുക്ക് കാണാം. ടെമ്പിൾ ടൈമിംഗ് അവിടെ സ്ക്രോൾ ആവുന്നുണ്ട്, 4:30 to 12 ആണ്. പിന്നീട് വൈകിട്ട് 4:30 മുതൽ രാത്രി 8 മണി വരെ ദർശനമുണ്ട്. ഓക്കെ, ഇത് നന്ദിയുടെ ഐഡൽ. നിങ്ങളുടെ ഗോഡസും നന്ദിയും കിടുവല്ലേ? എനിക്ക് തോന്നുന്നു എൻ്റെ വ്ളോഗിൽ ഞാൻ മൂകാംബിക കഴിഞ്ഞ് ഏറ്റവും കൗതുകമായിട്ട് ഷൂട്ട് ചെയ്ത് ഒരു നെക്സ്റ്റ് ഒരു ടെമ്പിൾ വ്ളോഗ്, മേ ബി നിങ്ങൾക്കൊക്കെ വരാൻ താല്പര്യമുള്ളൊരു വ്ളോഗ് ആവാൻ പോകുന്ന ചാൻസ് ഇതാണെന്ന് തോന്നുന്നു. അതായത് ഈ ഒരു പെർട്ടിക്കുലർ എന്തോന്നാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെതാണ്. ഞാൻ ചുറ്റമ്പലവും കൂടെ കാണിച്ചു തരാം. ഇനിയൊരു പാഷനേറ്റ് ഡാൻസർ എന്ന നിലയിൽ ഞാൻ കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻ പറഞ്ഞുതരാം. ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഭഗവാൻ ശിവൻ്റെ ഏറ്റവും പ്രിയങ്കരമായ ഇൻസ്ട്രുമെൻ്റാണ്. ഇതിങ്ങനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതിന് ഒരു കൗതുകം. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കാണ് നിങ്ങളുടെ ഗോഡസ് നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കൗതുക കാഴ്ചയാണ്. ഇത് നമ്മൾ എത്ര ക്ഷേത്രങ്ങളിൽ കാണും? ഡിയേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രം കണ്ടൊരു സംഭവമാണിത്. ഇങ്ങനൊരു സൗന്ദര്യ ദൃശ്യം. അതായത് ഇത് ഈ സംഭവം ഇൻസ്ട്രുമെൻറ്റ് ഡമരു എന്ന് പറയും. ഇംഗ്ലീഷിലും ഡമരുവാണ്, മലയാളത്തിലും ഡമരുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 2 ഹെഡ് ഡ്രമ്മാണ്, 2 തലയുള്ള ഡ്രമ്മാണ്. ശിവഭഗവാനുമായിട്ടും ശിവഭഗവാന്റെ കോസ്മിക് നൃത്തമുണ്ടല്ലോ, താണ്ഡവ ഫോം, അതുമായിട്ട് ബന്ധപ്പെട്ട്. ആൻഡ് ദിസ് ഡമരു ഈസ് മോർ ദാൻ ജസ്റ്റ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഫോർ ലോർഡ് ശിവ ഇറ്റ് സിംബലൈസസ് ക്രിയേഷൻ, ഡിസ്ട്രക്ഷൻ ആൻഡ് ദ സൈക്ലിക്കൽ നേച്ചർ ഓഫ് ദി യൂണിവേഴ്സ്. അതായത് നമ്മുടെ ഭഗവാൻ ശിവൻ ഇതൊരു വാദ്യോപകരണമല്ല, പക്ഷേ സൃഷ്ടി, സംഹാരം, അങ്ങനെ നമ്മുടെ യൂണിവേഴ്സിലുള്ള ഒരു കാലചക്രത്തിനെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു സംഭവമാണിത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ശിവഭഗവാന് ഇത് ഏറ്റവും പ്രിയങ്കരമായ ഒരു വാദ്യോപകരണമാണ് എപ്പോഴാ താണ്ഡവ നൃത്ത സമയങ്ങളിലൊക്കെ. Isn't it beautiful dears? ഇത് അതിൻ്റെ പ്രെമിസസ് ആണ് കേട്ടോ. മറ്റേ ഇതും ക്ഷേത്രത്തിന്റെ വേറെ ഉൾക്കാഴ്ചകളാണ്. നോക്കി എന്ത് വൃത്തിയായിട്ടാണ് പൂന്തോട്ടം, അമ്പലമൊക്കെ അവര് പരിപാലിച്ച് വെച്ചേക്കുന്നേ. കിടിലല്ലേ സെറ്റപ്പ് വൈബ്. Isn't it beautiful dears? ഇത് അതിൻ്റെ പ്രെമിസസ് ആണ് കേട്ടോ. മറ്റേ ശിവഭക്തരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇവിടെ വരാം. നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ടെമ്പിളാണ്, അല്ലാത്തവർക്കും വരാം. അങ്ങനെ നിങ്ങളുടെ ഗോഡസ് തൊഴുത് കഴിഞ്ഞ് ക്ഷേത്രത്തിനകം ഞാൻ പുറത്തുള്ളൊരു സംഭവം കാണിച്ചു തരാം. അതായത് കണ്ട പുറത്ത് ചുറ്റമ്പലം, അതൊക്കെ നമ്മൾ എടുക്കാൻ അലോ ചെയ്യൂല. സുധാരത്തിൽ ഞാൻ കാണിച്ചു തരാം, വരും. ഇതൊക്കെ ചുറ്റമ്പല കാഴ്ചകളാണ്. ബ്ലോഗേഴ്സിന് തൊഴുത് കഴിഞ്ഞാൽ മെയിൻ പരിപാടി ഇത് തന്നെ, നിങ്ങളെ കാണിക്കണമല്ലോ. സോ എത്ര പേർക്കറിയാം ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു ശിവക്ഷേത്രം ഉണ്ടെന്നുള്ള? വളരെ അപൂർവം ആൾക്കാർക്ക് അറിയാൻ പറ്റും.
അപ്പം തൊഴുതിട്ട് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നിന്നുകൊണ്ടുള്ള പരിധിയിൽ വീഡിയോസും വ്ളോഗുകൾ റീൽസും നമുക്ക് എല്ലാവർക്കും എടുക്കാം. അത് അലൗഡാണ്. പക്ഷെ അതല്ലാതെ നമ്മൾ ഒന്നും എടുക്കാൻ പാടില്ല. അതറിയാമല്ലോ, ക്ഷേത്ര നിയമങ്ങളും അനുഷ്ഠാനങ്ങളും അറിയാം. ഞാൻ എൻ്റെ പരിധിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ എടുത്തു. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങളൊക്കെ ഞാൻ എടുത്തു. ഇത് എൻ്റെ ചുറ്റമ്പല പ്രമിസസ്. കൂടുതലൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, റൂൾസ് എനിക്ക് ഫോളോ ചെയ്യണമല്ലോ. ഇതതിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ വേറൊരു വശം. പിന്നെ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ വന്ന് വ്ളോഗ് എടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ ഒബ്സർവ് ചെയ്യും. കാരണം ക്ഷേത്രത്തിൻ്റെ റൂൾസ് അവർക്ക് പാലിക്കണമല്ലോ. നമുക്ക് വ്ളോഗ് എടുക്കുന്നത് ഒരു ക്രേസാണ്, ഒരു പാഷനാണ്, അല്ലെങ്കിൽ റീൽസ് അതുപോലെ. ഞാൻ ഫ്രണ്ടിലെത്തി കറങ്ങി തിരിഞ്ഞു. ഇതാ കൊടിമരത്തിൻ്റെ അവിടെയൊക്കെ. ഞാൻ കയറി വന്ന ആനയൊക്കെ ഇരിക്കുന്ന എൻട്രൻസ്. ഇത്രേ പറ്റൂല, തിരിച്ചെടുക്കാൻ പറ്റൂല. സോറി ഡിയേഴ്സ്. അതൊക്കെ വേറെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളാണ് ഇതിനോട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള. അവിടെയൊക്കെ പോവാം. പക്ഷെ അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ. സോ ജസ്റ്റ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ശിവക്ഷേത്രത്തിൽ വരുന്നത്. ഷൂട്ട്സ്, പിന്നെ വ്ളോഗ്, വീഡിയോസ്, സോഷ്യൽ മീഡിയ. ബട്ട് ഐ എം ഫീലിംഗ് ഗുഡ്. ഗണപതിയുടെ ഒരു ചെറിയ ക്ഷേത്രമാണ് അതിൻ്റെ ബാക്കിലായിട്ട്. ഇത് നൈറ്റ് വ്യൂ ആ ലിംഗത്തിൻ്റെ. ഹലോ ഡിയേഴ്സ്, ഞാൻ ആ കേവൊക്കെ കണ്ടു. അപ്പോൾ എൻ്റെ തന്നെ ഒരു ഫോളോവർ മിസ്റ്റർ വിനോദ് അമ്പാടി അതിനകത്ത് ഗൈഡായിട്ടുണ്ടായിരുന്നു, ഡിസ്ക്രിപ്ഷൻ തരാൻ വേണ്ടി. ആ കേവ്, ആ ഗുഹയ്ക്കകത്തുള്ള ഒരു വല്ലാത്തൊരു വൈബാണ്. ഞാൻ സെപ്പറേറ്റ് ആ വ്ളോഗ് ചെയ്യാം എന്താ കണ്ടതെന്നുള്ളത്. പുള്ളിക്കാരൻ എനിക്ക് തന്ന ഒരു സാധനമാണ് ഞാനത് വിസിറ്റ് ചെയ്തത്. അപ്പം സോ നൈസ് ഓഫ് ഹിമല്ലേ. നമ്മുടെ ഫോളോവേഴ്സ് പല ഭാഗം ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില സ്വാഗതങ്ങളല്ലേ ഇറങ്ങാൻ നേരത്താണ് എനിക്ക് ഈ സാധനം തന്നെ. എന്നാലും തന്നല്ലോ, അതൊരു വലിയ മനസ്സാണ്. മിസ്റ്റർ വിനോദ് അമ്പാടിക്ക് ഞാൻ താങ്ക്സ് പറയുന്നു, ഡിസ്ക്രിപ്ഷൻ തന്നതിലും പിന്നെ ഈ ഒരു ടോക്കൺ ഓഫ് എന്തോന്നാണ് ഒരു ലവ് എനിക്ക് തന്നത് ഇതിനകത്ത്. താങ്ക് യു സോ മച്ച്. പിന്നെ ബാക്കി വിശേഷങ്ങൾ ഞാൻ വേറെ വ്ളോഗിൽ പറയാനൊക്കെ കണ്ടു. സോ എല്ലാവർക്കും ക്ഷേത്ര ദർശനം ഒരു സായുജ്യകരമായി എന്ന് ഞാൻ കരുതുന്നു. അതിന് ക്ഷേത്ര ദർശനത്തെ പുറം അതിൽ എനിക്ക് എടുക്കാൻ പറ്റും പരിമിതികളിൽ നിന്നുകൊണ്ട്. എനിക്ക് എന്തായാലും ഈ ക്ഷേത്രം ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പോസിറ്റീവ് വൈബാണ് എനിക്ക് ക്ഷേത്രത്തിൽ വന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ആ ശിവലിംഗ ദർശനം ഉണ്ടല്ലോ, അത് ഗുഹക്കകത്തുള്ള, അതിൽ നിന്ന് എനിക്ക് വരാനേ തോന്നിയില്ല. പക്ഷേ മിസ്റ്റർ വിനോദിൻ്റെ പണിയും തെറിക്കും, അവിടുത്തെ ഗൈഡ് പണിയും അതുമല്ല. കാരണം അവിടെ നിന്ന് ഇറങ്ങാൻ പറയുമ്പോൾ ഇറങ്ങി വന്നാലേ പറ്റുള്ളൂ. രാത്രിയാകുമ്പോൾ അവിടെ കയറി ഇരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് അവിടെ നിന്ന് ആ ദർശനം കഴിഞ്ഞ് എനിക്ക് ഇറങ്ങി വരാനുള്ള മൈൻഡേ ഇല്ല. പക്ഷേ ഇറങ്ങി വരേണ്ടി വന്നു. പിന്നെ ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി പറയാം, ഈ ക്ഷേത്രത്തിൽ ദർശിക്കാൻ വരുന്ന എല്ലാവരും മിസ്റ്റർ വിനോദ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ വരണം. പക്ഷേ മിസ്റ്റർ വിനോദ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ പ്രിഫറൻസ് കിട്ടും. പിന്നെ എൻ്റെ ഒരു ആരാധികയാണ്, അല്ലെങ്കിൽ എൻ്റെ ഫോളോവറാണ്, എൻ്റെ ഫാൻ ഫോളോയിങ് ഉള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ പേരും കൂടെ പറയുക. തീർച്ചയായും നിങ്ങൾക്കൊരു പരിഗണന കിട്ടും. മീൻസ് ഗ്ലാം ഗോഡസ് സിന്ധുജ അല്ലെങ്കിൽ ഇൻസ്റ്റാ ഗോഡസ് സിന്ധുജയുടെ ഫോളോവറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഗണന മീൻസ് മിസ്റ്റർ വിനോദ് അവിടുത്തെ സ്റ്റാഫാണ്. ക്യാഷിലൊന്നും പരിഗണന കിട്ടില്ല. അത് നമ്മൾ ദർശിക്കണമെങ്കിൽ നല്ലൊരു സായുജ്യ ദർശനമാണ് ലിംഗദർശനം എന്ന് പറയുന്നത്. അനുഭവിച്ചവർക്കറിയാം. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ ചെല്ലുക. പക്ഷെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഒരു പ്രിഫറൻസ് ആയിരിക്കും. കാരണം എനിക്ക് അവിടെ കയറിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ക്യാഷിൻ്റെ കൺസെഷൻ എനിക്ക് തന്നിട്ടില്ല. ആരും എന്ത് ചെയ്യണ്ട, തെറ്റിദ്ധരിക്കണ്ട. പക്ഷെ ആണെങ്കിലും എനിക്ക് എന്നെ അറിയുന്ന ഒരാളെ തിരിച്ചറിയുക എന്നുള്ളത് എനിക്ക് എപ്പോഴും സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഞാനിപ്പോൾ പലയിടത്ത് പോയാലും പല ആൾക്കാർക്കും അറിയാം, അതൊരു ഇൻഫ്ലുവൻസർ, ഡാൻസർ അല്ലെങ്കിൽ വ്ളോഗർ എന്ന നിലയിൽ എന്നെ തിരിച്ചറിയുന്ന ആൾക്കാരുണ്ട്. സോ എനിക്കത് സന്തോഷം തരുന്നു. അപ്പോൾ ഒരു ഡബിൾ സന്തോഷമാണ്. ക്ഷേത്ര ദർശനം, ലിംഗദർശനം, പിന്നെ മിസ്റ്റർ വിനോദിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ്. ലൈക്ക് ഐ വാസ് ടെല്ലിങ്, വൺസ് യു വിസിറ്റ് ദിസ് ടെമ്പിൾ ഇൻ ലിംഗദർശനം ഏരിയ, ദർ ഇസ് വൺ ഓഫ് my good follower named Mr. Vinod. You just tell you are a follower or a fan of Insta Goddess Sindhuja or Glam Goddess Sindhuja. He will treat you in a better way
Like he will tell the descriptions, he will give you a little preference, not in the sense of cash everyone has to pay for that linga darshana, but you will get nice treatment or what, nice guidance, like he will describe everything. With others also he will describe, but you will be little close to him. I love the way he explained the things. He identified me being my follower, so that's the greatest happiest thing which I got after Linga Darshana. So hope you guys enjoyed my temple vlog. It was like a lengthy vlog but cute, and you got so many information അല്ലേ. അപ്പോൾ എൻ്റെ വ്ളോഗ് എല്ലാവരും ഇഷ്ടപ്പെട്ടു, എൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരിലും നല്ല സന്ദേശങ്ങൾ എത്തിച്ചു ആസ് യൂഷ്വൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വെറൈറ്റി വ്ളോഗ്സായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ. അപ്പോൾ അടുത്ത വ്ളോഗിൽ പാക്കലാം. അതുവരയ്ക്കും നന്ദി, ബൈ, ലവ് യു ഓൾ. ഇതിനകത്ത് കണ്ട കാഴ്ച ലിംഗദർശനം ഞാൻ അടുത്തൊരു വ്ളോഗിൽ പറയാം. ഓക്കെ, so please wait for my next cave related Linga Darshana experience vlog.